249 പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിക്ക് സമ്മാനിച്ച് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള. മൂവാറ്റുപുഴ വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡയമണ്ട് ജൂബിലി സമാപന സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു ചടങ്ങ്. നവീകരിച്ച സ്കൂൾ ലൈബ്രറിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു ഗവർണർ താൻ എഴുതിയ മുഴുവൻ പുസ്തകങ്ങളും ഒരു സ്കൂളിന് സൗജന്യമായി നൽകുന്നത്. തുടർന്ന് കുട്ടികളുടെ ചോദ്യങ്ങൾക്കും ഗവർണർ മറുപടി നൽകി. അഭിഭാഷകൻ ഗവർണറുമാണ്. അതിലുപരി സാർ നല്ല എഴുത്തുകാരനുമാണ്. ഇതിൽ ഏത് മേഖലയാണ് സാറിന് ഏറ്റവും ഇഷ്ടം? എനിക്ക് തോന്നുന്നത് എല്ലാം ഇഷ്ടപ്പെടുന്നു. ഓരോന്നിനും അതിൻ്റെ വഴികളുണ്ട്. ഏറ്റെടുക്കുന്നവരുടെ രീതികളും. നിങ്ങൾ താങ്കൾ പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യ ഭരിക്കുന്ന 2003 വാജ്പേയിയുടെ ഭരിക്കുന്ന പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ കോടതി പോകും, ഹൈക്കോടതി പോകും. അതിൻ്റെ തന്നെ വരുമാനം കൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബത്തെ പോകുന്നത്. അപ്പോൾ 6 ദിവസവും അതിനകത്ത് ഒരു ദിവസം തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ചയോ കോടതി പോകാൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഏറ്റെടുക്കുന്ന ഓരോന്നിനോടും നീതി കൊടുക്കാനുള്ള നമ്മുടെ ആത്മാർത്ഥത ഉണ്ടാകും. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും തനിമ നഷ്ടപ്പെടാത്ത തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുന്നതാകണം വിദ്യാഭ്യാസമെന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകമായ രസരസിക ഉൾപ്പെടെയുള്ള ശേഖരമാണ് പായിപ്ര രാധാകൃഷ്ണൻ സ്കൂളിന് സമ്മാനിച്ചത്. യാക്കോബായ സഭ അങ്കമാലി ഭദ്രാസനാധിപൻ എബ്രഹാം മാർ സേവേറിയോസ് മെത്രാപ്പൊലീത്ത, റവറൻ ഫാദർ ജോർജ് മാന്തോട്ടം കോർ എപ്പിസ്കോപ്പ, വാർഡ് മെമ്പർ എൽദോ പി കെ തുടങ്ങിയവർ പങ്കെടുത്തു. മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് എൻഡോമെന്റുകൾ, എക്സലൻസ് അവാർഡുകൾ എന്നിവ വിതരണം ചെയ്തു. ന്യൂസ് 18 കൊച്ചി.